CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും 2 തവണ പരവൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത പി രാജുവിൻ്റെ മരണത്തിന് പിന്നാലെ വിവാദമുണ്ടായിരിക്കുന്നു. പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചു. പിന്നിൽ നിന്ന് കുത്തിയ ആളുകൾ ആരും മൃതദേഹം കാണാൻ വരേണ്ടെന്നും കുടുംബം പറയുന്നു. ഇവിടുന്ന് ആരെങ്കിലൊക്കെ വന്നിട്ട് അത്രയും കാലം ഉപദ്രവിച്ച ആൾക്കാർ, പുള്ളി ഇപ്പോൾ മരിക്കാനായിട്ടുള്ള മാനസികമായ വിഷമത്തിന് കാരണമായ ആൾക്കാർ കൊന്നൊന്നും അല്ലാണ്ട് ഞാൻ പറയുന്നത്, അവർ കാരണം മരിച്ചൊന്നും അല്ല പറയുന്നത്. കാരണം സമയമായാൽ മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിന് കാരണക്കാരായവർ ഒരു സാധനം പൊക്കി പിടിച്ചിങ്ങോട്ട് വരരുത്. ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം പറഞ്ഞെന്നൊക്കെ പറയുന്നു. അവർ തടഞ്ഞൊരാൾ, പിന്നെ എന്തിനാ അവർ ഇതിൻ്റെ പിന്നാലെ നടക്കണേ? അപ്പോൾ അതിൽ വേറെ ഉദ്ദേശമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ തഴഞ്ഞ് അവർക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തിയ ഒരാളുടെ പിന്നാലെ ഇവരൊക്കെ നടക്കണതിനാന്നേ. ക്യാൻസർ രോഗബാധിതനായിരുന്നു അദ്ദേഹം. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയത് പി രാജുവിന് ആഘാതമായെന്നാണ് മുതിർന്ന CPI നേതാവ് K ഇസ്മയിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, പറയൂ. CPIയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു പി രാജു. CPIയുടെ 2 ജില്ലാ സെക്രട്ടറി ആവുന്നു. ഒപ്പം തന്നെ 2 തവണ പറവൂരിന്റെ MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നു. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മുഖമായി എറണാകുളത്ത് മുക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഴിമതി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സംഘടനാ നടപടി നേരിടുന്നത്. കൺട്രോൾ കമ്മീഷന്റെ അവസാനം കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത്തരത്തിലേക്ക് ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടില്ല എന്ന് 2 കോടിയിലധികം രൂപയുടെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. പിന്നീട് അത് കൺട്രോൾ കമ്മീഷന്റെ കണ്ടെത്തലിൽ ഒരു 2 ലക്ഷം എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ നിരന്തരമായ അഴിമതി ആരോപണം അദ്ദേഹത്തിന് ഒരുപാട് തളർത്തിയിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. പിന്നീട് ആരോപണങ്ങളെല്ലാം അദ്ദേഹം തെളിയിച്ച് വീണ്ടും സംഘടനാ പ്രവർത്തനം സജീവമാകേണ്ട സമയത്ത് എത്തിയപ്പോൾ പോലും കൃത്യമായ ഒരു ഘടകം പാർട്ടി അദ്ദേഹത്തിന് നൽകിയില്ല എന്നതാണ് കുടുംബം ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം പാലാരിവട്ടം റിനേ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പൊതുദർശനത്തിനായി CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുമെന്നായിരുന്നു ആദ്യം നൽകിയ നിർദ്ദേശം. എന്നാൽ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കേണ്ടതില്ല എന്നതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുടുംബം പറയുന്നത് പ്രകാരമാണ് അദ്ദേഹത്തിന് പലതവണ പാർട്ടി അദ്ദേഹത്തിന് സത്യം തെളിഞ്ഞിട്ട് പോലും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിന് മുതിർന്ന നേതാവായിട്ടുള്ള CPIയുടെ നേതാവ് K ഇസ്മയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പോലും കളങ്കപ്പെടുന്ന രീതിയിൽ, അതിന്റെ സൽപ്പേരിനെ പോലും അവമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ പല സഖാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് K ഇസ്മയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പ് CPIയുടെ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ 24നോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇപ്പോൾ വിവാദത്തിനുള്ള സമയമല്ല, എപ്പോഴും അംഗീകരിക്കപ്പെടുന്ന നേതാവാണ് പി രാജു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കും. പിന്നീട് എന്താണെന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വ്യക്തമായ നിലപാട് പറയാമെന്നാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും പൊതുദർശനം അവർ കുടുംബം നിശ്ചയിച്ചത് മാതിരി നടക്കട്ടെ, അതിനുശേഷം മറ്റ് പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്തായാലും CPI സംസ്ഥാന ഘടകം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. K ഇസ്മയിൽ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു വിവാദമാണ് പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. SK YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. അവസാന കാലത്ത് അദ്ദേഹം വല്ലാത്ത ദുഃഖിതനായിരുന്നു. കാരണം ഏതാണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തരം താഴ്ത്തപ്പെട്ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതോടെ അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലായി, ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ചതിന് ശേഷം ആരും അദ്ദേഹത്തെ അന്വേഷിച്ചില്ല. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് ആസന്നമാണെന്ന് അറിഞ്ഞപ്പോഴാണ് 1-2 നേതാക്കന്മാർ ആശുപത്രിയിലേക്ക് വിളിക്കുകയും അവിടെ എത്തിയതുമെന്നാണ് നമ്മുടെ അന്വേഷണത്തിന് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് കുറച്ച് പിന്നോട്ട് നടന്നാൽ ഒരു കാര്യം മനസ്സിലാവും. കഴിഞ്ഞ CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വെട്ടിനിരത്തൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്നത്തെ കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനത്തിൽ എതിർപക്ഷത്തെ വെട്ടിനിരത്തി. സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കാനം പക്ഷത്തിൻ്റെ നേതാവ് എത്തിയതോടെ പി രാജുവിനെതിരെ രാഷ്ട്രീയ കരുനീക്കം നടന്നു. ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തെ ആ സമ്മേളനം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി പി രാജു. വളരെ ഒറ്റപ്പെട്ടു പോയി. കാരണം ഒരുപാട് കാലം അദ്ദേഹം പ്രവർത്തിച്ച പ്രസ്ഥാനം തന്നെ തള്ളിപ്പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതൊന്നും ഈ കുടുംബത്തിന് അത്ര പെട്ടെന്ന് മറന്നു പോകാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ഫലം അനുഭവിച്ചത് പി രാജുവിൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ അദ്ദേഹത്തെ ദ്രോഹിച്ച ആളുകളൊന്നും ഈ മൃതദേഹം കാണാൻ എത്തേണ്ട എന്ന്. നമുക്കവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും?